ചെമ്പനീർ പൂവിൻ്റെ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർഷയും ശ്രീകാന്തും ഒരച്ഛനും അമ്മയും ആകാൻ പോകുന്ന സന്തോഷത്തിലാണ് ആ വീട്. എന്നാൽ എത്രയൊക്കെ സന്തോഷിച്ചിട്ടും മനസ്സിൽ ഇപ്പോഴും പേടിയും ഭയവുമായി ആ കുഞ്ഞിനെ തനിക്ക് പ്രസവിക്കാൻ കഴിയില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഇപ്പോഴും വർഷ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു തന്നിട്ടും ഒരിക്കലും വർഷയുടെ തലയിൽ അതൊന്നും കയറുന്നുണ്ടായിരുന്നില്ല. പ്രസവവേദന എന്നൊരു വലിയ ഭയമായിരുന്നു വർഷയ്ക്ക് ഇപ്പോഴും മനസ്സിൽ. അതുകൊണ്ടു തന്നെയാണ് താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ പോലും മറ്റുള്ളവരോട് ആരോടും പറയാതെ ഉള്ളിലൊളിപ്പിച്ച് ആ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് അബോർഷനാക്കണമെന്ന നിലപാടിൽ വർഷ നടന്നിരുന്നത്. അതിനുവേണ്ടി പല കാര്യങ്ങളും വർഷ ചെയ്തിരുന്നു. ജ്യൂസുകൾ കുടിച്ചു, പോരാത്തതിന് മെഡിക്കൽ ഷോപ്പുകളിൽ ചെന്ന് അബോർഷനാവാനുള്ള ഗുളിക വരെ ചോദിച്ചു. പക്ഷേ മെഡിക്കൽ ഷോപ്പിലുള്ളവരാരും തന്നെ ആ മരുന്ന് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ പക്ഷേ അവിടെയൊന്നും വർഷ തളരാൻ തയ്യാറായിരുന്നില്ല. വർഷ വീട്ടിൽ തന്നെ പാട്ടുകൾ വെച്ച് ശരീരം മൊത്തം ഇളകുന്നതിന് വേണ്ടി എക്സസൈസ് പോലെ ഡാൻസുകൾ കളിക്കുകയും മറ്റു പല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ പക്ഷേ വർഷയ്ക്ക് തിരിച്ചടിയായി എല്ലാവരും താൻ ഗർഭിണിയാണെന്നുള്ള വിവരം അറിഞ്ഞിരിക്കുന്നു. അത് പക്ഷേ വർഷയ്ക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. തനിക്കൊരിക്കലും പ്രസവിക്കാൻ കഴിയില്ല എന്നും ഞാൻ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ വേദനയിൽ ഞാൻ മരിച്ചു പോകുമെന്നുള്ളൊരു വിശ്വാസവുമായിരുന്നു വർഷയ്ക്കിപ്പോഴും. വർഷ ഇങ്ങനെയൊക്കെ ചെയ്ത് കുഞ്ഞിനെ നശിപ്പിക്കുമെന്നുള്ള വിവരം ശ്രീകാന്തിനും സച്ചിക്കും രേവതിക്കും ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ മൂവരുടെയും കണ്ണുകൾ വർഷയ്ക്ക് പിന്നിൽ എപ്പോഴും ഉണ്ടായിരുന്നു. വർഷയ്ക്ക് കുടിക്കാനായി ഒരു ഗ്ലാസ് പാലുമായി രേവതി വർഷയുടെ റൂമിലേക്ക് എത്തുമ്പോൾ എന്തോ ഒരു വലിയൊരു സ്വപ്നം കാണുന്നത് പോലെയായിരുന്നു വർഷയുടെ ആ ഇരിപ്പ്. എന്തൊക്കെയോ ആലോചിച്ച് കട്ടിലിൽ തന്നെ ഇരിക്കുകയായിരുന്നു വർഷ. രേവതി ചെന്ന് ഒരുപാട് നേരം വർഷയെ വിളിച്ചിട്ടും ഒന്നും കേൾക്കാത്തതുപോലെ തന്നെ ആ ഇരിപ്പ് അങ്ങനെ തന്നെ ഇരുന്നു. വർഷേ, നീ എന്താ ഇത്രയും നേരമായിട്ടൊന്നും മിണ്ടാത്തത്? എത്ര നേരമായി ഞാൻ വിളിക്കുന്നു? പെട്ടെന്നൊരു ഞെട്ടലോടുകൂടി വർഷ എന്തേട്ടെത്തി എന്ന് ചോദിക്കുന്നുണ്ട്. ഇതെന്താ മോളെ നീ കുറേ നേരമായിട്ട് ആലോചിക്കുന്നത്? എത്ര നേരമായി ഞാൻ വന്ന് വിളിക്കുന്നു, നീ കേൾക്കുന്നുണ്ടായിരുന്നില്ലേ? ഇല്ല ഏട്ടത്തി, ഞാൻ കേട്ടില്ല. എന്താണെന്നോ? നീ എന്താ ഇപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്? പഴയ പോലെ ഒരു കളിചിരിയും ഒന്നുമില്ലല്ലോ ഇപ്പോൾ. ഞാൻ എങ്ങനെയാണ് ഏട്ടത്തി ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നത്? ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞതല്ലേ എനിക്കൊരു കുഞ്ഞിനെ വേണ്ട എന്ന്. നിങ്ങൾക്ക് ആർക്കും എന്താ അത് പറഞ്ഞിട്ട് മനസ്സിലാവാത്തത്? അത്രയ്ക്കും വേദനയൊന്നും സഹിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. അതാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തായിരിക്കും തലയിൽ കയറാത്തത്? എൻ്റെ വേദന എനിക്കല്ലേ അറിയുള്ളൂ. അതായിരിക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. എല്ലാവർക്കും കുഞ്ഞിൻ്റെ കാര്യം മാത്രമല്ലേ അറിയുള്ളൂ. പ്രസവ വേദനയുടെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ ഇപ്പം തന്നെ എൻ്റെ കയ്യും കാലും വിറയ്ക്കുക രേവതി എടുത്തി. രേവതി അപ്പോൾ വർഷയോട് പറയുന്നുണ്ട്, നീ പറയുന്ന വേദനയൊന്നും ഉണ്ടാവില്ല വർഷേ. അത് നമുക്ക് ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടു കഴിയുമ്പോൾ എല്ലാം മാറും. ആ വേദനയും വിഷമങ്ങളെല്ലാതും അപ്പോൾ തീരും. ഈ ലോകത്ത് എത്ര പേര് ഇതേപോലെ കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നറിയോ? ഇതുപോലെ പ്രാർത്ഥനയും വഴിപാടുകളൊക്കെ ചെയ്തിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ടെന്നറിയോ? പക്ഷേ അവർക്കൊന്നും ഒരു കുഞ്ഞിനെ കൊടുത്തിട്ടുണ്ടാവില്ല ദൈവം. നിനക്കായൊരു ദൈവം ആ ഒരു കുഞ്ഞിനെ തന്നിട്ട് ഇങ്ങനെ അബോർഷൻ ചെയ്ത് കളയണമെന്നൊക്കെ പറയുമ്പോൾ എത്ര വിഷമമുള്ള കാര്യമാണെന്നൊന്ന് ആലോചിച്ച് നോക്ക് വർഷേ. നിനക്ക് വേദനിക്കുമെന്ന് പറഞ്ഞ് അബോർഷനാക്കി കളയാൻ പോകുന്ന ആ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തിട്ടാ? ആ കുഞ്ഞിന് ആഗ്രഹമുണ്ടാവില്ലേ പുറത്തോട്ട് വന്ന് പുറം ലോകം കാണാനൊക്കെ? നമ്മളായിട്ട് എന്തിനാ ആ കുഞ്ഞിനെ ഇല്ലാതാക്കുന്നത്? നീ പയ്യെ നിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കുകയും ആ കുഞ്ഞിനെ കാണാനുള്ള ആ ആഗ്രഹം പയ്യെ നിൻ്റെ ഈ പേടിയെല്ലാം മാറ്റിയെടുക്കും. നീ അതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്ക്. പഴയതുപോലെ കളിച്ച് ചിരിച്ച് തമാശകൾ പറഞ്ഞ് അതുപോലെയൊക്കെ ഒന്ന് തുടങ്ങ്. അപ്പം എല്ലാ വിഷമങ്ങളും പേടിയും എല്ലാം പോവും നിൻ്റെ. രേവതി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് വർഷയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വർഷയുടെ ആ പേടി ഒട്ടും തന്നെ മാറുന്നുണ്ടായിരുന്നില്ല. എങ്കിലും എവിടെയൊക്കെയോ ആ കുഞ്ഞിനോടുള്ള സ്നേഹം പയ്യെ വർഷയ്ക്ക് വന്നു തുടങ്ങുന്നുണ്ടായിരുന്നു.
നീ ഇനി വേറെ പല കാര്യങ്ങളും ചിന്തിച്ച് മനസ്സ് വിഷമിക്കാതെ ഈ പാല് കുടിച്ച് കുറച്ചു നേരം വിശ്രമിക്ക്. അപ്പോൾ നിൻ്റെ എല്ലാ വിഷമങ്ങളും മാറും. രേവതിയുടെ കയ്യിലുണ്ടായിരുന്ന ആ പാലു ഗ്ലാസ് വർഷയുടെ കയ്യിൽ കൊടുത്ത് രേവതി മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അടുക്കളയിൽ വർഷയുടെ കാര്യങ്ങളൊക്കെ തന്നെ ആലോചിച്ച് നിൽക്കുന്ന രേവതിയുടെ അടുത്തേക്ക് സച്ചി വരുന്നുണ്ട്. രേവതി എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ സച്ചി രേവതിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇത്ര ആലോചിക്കുന്നത്? എന്താ പ്രശ്നം? അത് സച്ചിയേട്ടാ, ഒന്നും പറയണ്ട. വർഷയുടെ കാര്യം ആലോചിക്കുമ്പോൾ വല്ലാതെ വിഷമം തോന്നുകയാണ്. കാരണം അവൾക്ക് ഇപ്പോഴും ആ കുഞ്ഞിനെ സ്നേഹിക്കാനൊന്നും കഴിയുന്നില്ല. ഇപ്പോഴും എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ അബോർഷനാക്കി കളയണമെന്ന ഉറച്ച നിലപാടിൽ നിൽക്കുകയാണ് അവൾ. ഇപ്പോഴും പറയുന്നത് അവൾക്ക് വേദനയൊന്നും സഹിക്കാൻ വയ്യ എന്നാ. ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവാനാ സച്ചിയേട്ടാ? ശ്രീകാന്ത് അന്ന് നമ്മളോട് പറഞ്ഞില്ലേ, വർഷ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ചെയ്ത ഒരേ പ്രവൃത്തികൾ. അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ വർഷയുടെ കൂടെ ഇരിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ അവളുടെ ഇരിപ്പും മട്ടൊക്കെ കാണുമ്പോൾ എനിക്കെന്തോ ഒരു പേടി. നമ്മളൊക്കെ ഒരു കുഞ്ഞിക്കാല് കാണാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് സച്ചിയേട്ടാ. വർഷയ്ക്ക് ആ ഒരു കുഞ്ഞിന് ദൈവം കൊടുത്തിട്ടല്ലേ അവളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതൊക്കെ ആലോചിക്കുമ്പോൾ വല്ലാത്ത വിഷമമാണ് എനിക്കുള്ളിൽ. വർഷയുടെ കുഞ്ഞ് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ കുഞ്ഞിനെ പോലെ തന്നെയല്ലേ അതിനെ സ്നേഹിക്കുക. അതൊക്കെ വരുമ്പോൾ തന്നെ നമ്മളുടെ ഈ വിഷമങ്ങളൊക്കെ മാറില്ലേ എന്നൊക്കെ ആലോചിച്ച് ആശ്വസിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാ വർഷ ഇങ്ങനെയൊക്കെ പറയുന്നത്. രേവതി, നിൻ്റെ ഒരു കണ്ണ് എപ്പോഴും വർഷയുടെ കൂടെ ഉണ്ടാവണം. കാരണം ഇതുപോലെയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഉടായിപ്പ് എടുത്ത് അവൾ ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ നോക്കും. അതുകൊണ്ട് നീ എപ്പോഴും അവളുടെ ഭാഗത്തൊരു ശ്രദ്ധ ഉണ്ടായിരിക്കണം. അതൊക്കെ ഞാൻ നോക്കുന്നുണ്ട് സച്ചേട്ടാ, ആ കാര്യത്തിൽ എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷേ അവളിടയ്ക്കുള്ള ഈ ആലോചനയൊക്കെ കുഞ്ഞിനെയും കൂടിയല്ലേ അത് ബാധിക്കുന്നത്. അവൾ നല്ല സന്തോഷത്തിലിരുന്നാലല്ലേ കുഞ്ഞിനും സന്തോഷമുണ്ടാവുകയുള്ളൂ. എങ്ങനെയെങ്കിലും വർഷയുടെ ഈ പേടിയും എല്ലാം മാറ്റിയെടുക്കണം. പഴയതുപോലെ തന്നെ അവളെ നല്ല സന്തോഷത്തിലാക്കണം. ഇനി എന്തെങ്കിലും ഒക്കെ ഒരു വഴി അതിന് കാണണമെന്ന് പറഞ്ഞ് സച്ചിയേട്ടനോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് രേവതി. രേവതി ശ്രീകാന്തിനോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ശ്രീകാന്തെ, നീ വർഷയുടെ മേലെ എപ്പോഴും ഒരു കണ്ണുണ്ടാവണം. കാരണം പകലെല്ലാം ഞാൻ നോക്കിക്കോളാം, രാത്രി നീ എപ്പോഴും വർഷയ്ക്ക് അരികിൽ തന്നെ ഉണ്ടാകണം. ഏട്ടത്തി പറഞ്ഞത് വളരെ ശരിയാ. ഇപ്പോൾ വർഷയുടെ ഭാഗത്ത് അവളുടെ സ്വഭാവമെല്ലാം മാറിയിരിക്കുകയാണ്. എന്നോട് അവൾക്ക് വല്ലാത്ത ദേഷ്യമാണ്. പിന്നെ അതുമാത്രമല്ല, എങ്ങനെയെങ്കിലും അബോർഷൻ ചെയ്യണമെന്നുള്ള ഉറച്ച നിലപാടിലാണ് ഇപ്പോൾ വർഷ നിൽക്കുന്നത്. ഞാൻ എന്തെങ്കിലുമൊക്കെ വർഷയോട് ചെന്ന് പറയുമ്പോൾ കടിച്ചു തിന്നാനുള്ള ദേഷ്യമാണ് അവൾക്ക് എന്നോട്. രാത്രി ഉറക്കമൊക്കെ വളരെ കുറവാണ് അവൾക്ക്. എപ്പോഴും എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്നത് കാണാം. ഇങ്ങനെ ഉറങ്ങാതൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും അത് ആപത്തല്ലേ ഏട്ടത്തി? എനിക്കതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ കാര്യത്തിലൊക്കെ വല്ലാതെ പേടിയാകുന്നുണ്ട്. ഏട്ടത്തി അവളെന്തെങ്കിലുമൊക്കെ പറഞ്ഞൊന്ന് സമാധാനിപ്പിക്കണം. ഈ പേടിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ. ശ്രീകാന്തെ, നീ വിഷമിക്കേണ്ട. ഞാൻ പരമാവധി ഞാൻ അവളോട് ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവളെ മനസ്സിൽ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പയ്യെ പയ്യെ അവളുടെ പേടിയെല്ലാം പോയി ആ കുഞ്ഞിനെ അവൾ സ്നേഹിക്കാൻ പഠിച്ചോളൂ. അതിനു മുമ്പ് ഈ ഭയം അവളുടെ മനസ്സിൽ നിന്ന് മാറണം. അതിന് നീ ഇടയ്ക്കിടയ്ക്ക് അവളെ ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് കൊണ്ടുപോ. ഒന്ന് ബീച്ചിലോ അങ്ങനെയൊക്കെ ഒന്ന് കറങ്ങാനും വേറെ പല കാര്യങ്ങളിലൊക്കെ ഒന്ന് എൻഗേജ്ഡ് ആക്കാനൊക്കെ ഒന്ന് ശ്രമിക്കുക. അപ്പോൾ തന്നെ അവളുടെ ഈ പേടിയും അതൊക്കെ ഒന്ന് പയ്യെ മാറിക്കിട്ടും. രേവതി പറഞ്ഞതുപോലെ തന്നെ ശ്രീകാന്ത് വർഷയുടെ മനസ്സ് മാറ്റുവാൻ വേണ്ടി വർഷയെ മറ്റു പല കാര്യങ്ങളിലും കൂടുതൽ എൻഗേജ്ഡ് ആക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. രേവതിയാവട്ടെ വർഷയെ ഒരു മോളെപ്പോലെ തന്നെ കണ്ട് അവളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും എല്ലാ കാര്യങ്ങളും അവൾ അറിയാതെ തന്നെ പറയാതെ തന്നെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വർഷയ്ക്ക് ഒരു കുറവ് പോലും ഇല്ലാതിരിക്കാൻ രേവതി ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ രേവതി വർഷയെ അത്രയധികം കെയർ ചെയ്യുന്നതും പൊന്നുപോലെ നോക്കുന്നതൊക്കെ കാണുമ്പോൾ ചന്ദ്രയ്ക്കാവട്ടെ രേവതിയോട് വല്ലാത്ത അരിശം തോന്നുന്നുണ്ട്.
കാരണം വർഷ നല്ല പണമുള്ള വീട്ടിലെ കുട്ടിയാണ്, രേവതിയാവട്ടെ ഒരു പൂക്കാരിയും. അതുകൊണ്ടുതന്നെ വർഷയെയും ശ്രുതിയെയും പോലെ രേവതിയെ കാണാൻ ഇതുവരെ ചന്ദ്രയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ശ്രുതിയാകട്ടെ, ശ്രുതിയുടെ എല്ലാ കള്ളത്തരവും അറിഞ്ഞ് ചന്ദ്ര ശ്രുതിയെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞു. ചന്ദ്രയ്ക്കിപ്പോഴും രേവതിയെ മരുമകളായി കാണാൻ മനസ്സ് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഇപ്പോഴും രേവതിയെ പണമില്ലാത്ത ഒരു വീട്ടിലെ കുട്ടിയാണെന്നുള്ള നിലയിൽ തന്നെയാണ് ചന്ദ്ര ഇപ്പോഴും കാണുന്നത്. അതുകൊണ്ട് തന്നെ രേവതി വർഷയെ കെയർ ചെയ്യുകയും കൊണ്ടു നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചന്ദ്ര വളരെ അരിശത്തിൽ രേവതിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. നീ എന്തിനാണ് എപ്പോഴും അവളെ ഇങ്ങനെ കയ്യിൽ കൊണ്ട് നടക്കുന്നത്? ഇവിടെ വേറെ ആരുമില്ലേ? രേവതിയോട് ചന്ദ്ര പക്ഷേ അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ രവി ചന്ദ്രയോട് ചൂടാകുന്നുണ്ട്. കാരണം നീ എന്തർത്ഥത്തിലാണ് രേവതിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? നീ ഒരു അമ്മായിമ്മയായിട്ട് നിൻ്റെ മരുമകൾ ഗർഭിണിയല്ലേ? ആ ഗർഭിണിയായ മരുമകളെ നല്ല രീതിക്ക് കൊണ്ടു നടക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? വർഷമോൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനോ, ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും അടിച്ചു കൊടുക്കാനോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിനക്ക് സാധിക്കുന്നുണ്ടോ? എന്തിന് പറയുന്നു, അടുക്കളയിൽ കയറി എന്തെങ്കിലും നീ ഉണ്ടാക്കാറുണ്ടോ? പിന്നെ എന്തിനാ നീ രേവതിയോട് ചൂടാകുന്നത്? നീ ശരിക്കും രേവതി മോളെ കണ്ടു വേണം പഠിക്കാൻ. ഒരമ്മ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആ മോള് ഒറ്റയ്ക്ക് ചെയ്യുന്നില്ലേ? വീട്ടിലെ പണികളും ചെയ്യുന്നുണ്ട്. അതിന് കൂടാതെ വർഷയുടെ എല്ലാ കാര്യങ്ങളും അവൾ ഒറ്റയ്ക്കല്ലേ നോക്കുന്നത്? വർഷമോളൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും അതെല്ലാം കണ്ടറിഞ്ഞ് രേവതി എല്ലാം ചെയ്തു കൊടുക്കുന്നില്ലേ? എന്നിട്ടും നീ രേവതിയല്ലേ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് ഏതർത്ഥത്തിലാണ് ചന്ദ്ര ശരിയാകുന്നത്? രവിയേട്ടനല്ലെങ്കിലും രേവതിയെ പൊക്കിപ്പിടിച്ച് പറയാൻ നല്ല ആളാണല്ലോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാലൊന്നും കാര്യമാക്കി എടുക്കാനൊന്നും രവിയേട്ടന് കഴിയില്ലല്ലോ. രേവതി എപ്പോഴും വർഷയ്ക്ക് ഓരോ ജ്യൂസും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്തിനാണെന്നാ വിചാരം? ആ ജ്യൂസിൽ എന്തെങ്കിലും കലക്കി കൊടുക്കാനും രേവതി മടിക്കില്ല ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ. എന്തിന് പറയുന്നു, അവൾ കൊടുക്കുന്ന ജ്യൂസിൽ എന്തെങ്കിലും വല്ല പൊടിയിട്ട് കലക്കി കൊടുത്താൽ പോരെ അവൾക്ക്? അപ്പോൾ വർഷയ്ക്കാണെങ്കിൽ കുഞ്ഞിനെ പ്രസവിക്കാനും പേടി. അതുകൊണ്ട് അവൾ എന്തെങ്കിലും ചെയ്താൽ പോഷനാക്കിയത് ആണെന്നല്ലേ എല്ലാവരും വിചാരിക്കൂ. എൻ്റെ പൊന്നു ചന്ദ്രേ, ഇത്ര ക്രൂര മനസ്സാണ് നിൻ്റെ? ഇത്രയ്ക്കും മോശപ്പെട്ട രീതിയിലാണോ നീ രേവതിയെ വിചാരിച്ച് വെച്ചേക്കുന്നേ? രേവതി മോളെ നീ ഇപ്പോഴും ഒട്ടും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് നീ ഇമാതിരി വർത്താനമൊക്കെ പറയുന്നത്. ഞാൻ പറയാനുള്ളത് പറയും. എനിക്കാരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് തന്നെയാണ് കാരണം അവൾക്കും സച്ചിക്കും ഇപ്പോഴും ഒരു കുഞ്ഞുണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് അവർക്ക് ആദ്യം കുഞ്ഞുണ്ടായതിൻ്റെ ദേഷ്യമെല്ലാം രേവതി വർഷയോട് തീർക്കും. വർഷയോട് ഈ സ്നേഹം കാണിച്ച് ഈ പിന്നാലെ കൂടി ഓരോ ജ്യൂസും അതും ഇതൊക്കെ കൊടുത്ത് അതിലെന്തെങ്കിലും കലക്കി ആ കുഞ്ഞിനെ അവൾ ഇല്ലാതാക്കും. അതുകൊണ്ട് തന്നെയാണ് വർഷയെ ഇങ്ങനെ ശുശ്രൂഷിക്കുന്നതൊക്കെ വേണ്ട എന്ന് ഞാൻ പറയുന്നത്. നിന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല ചന്ദ്രേ. അസൂയയും കുശുമ്പും മൂത്ത ഒരു മനസ്സാണ് നിൻ്റെത്. അതുകൊണ്ട് തന്നെ നിന്നോട് പറയുന്ന കാര്യങ്ങളൊന്നും നിൻ്റെ തലയിൽ കയറില്ല. നീ പറയുന്ന കാര്യങ്ങളൊക്കെ രേവതിയും സച്ചിയും അറിഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം വിഷമിക്കുമെന്ന് നിനക്കറിയില്ലല്ലോ. ഓ, അവരിപ്പോൾ അറിഞ്ഞാൽ തന്നെ എനിക്കെന്താ? അവളെന്താ എന്നെ മൂക്കിൽ വലിച്ചു കയറ്റോ? ഒന്ന് പോ രവിയേട്ടാ. എന്നാൽ പക്ഷേ രവിയും ചന്ദ്രയും സംസാരിക്കുന്നതെല്ലാം കേട്ടുകൊണ്ട് ആ മറയിലിരുന്ന് രേവതി വിങ്ങലോടെ നിൽക്കുന്നുണ്ടായിരുന്നു. അച്ഛന് കുടിക്കാനായി ഒരു ഗ്ലാസ് ചായയുമായി എത്തിയ രേവതി ചന്ദ്രയുടെ ഈ സംസാരം എല്ലാം കേട്ടപ്പോൾ പെട്ടെന്ന് സ്തംഭിച്ച് നിൽക്കുകയായിരുന്നു. താൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ ചന്ദ്രയുടെ വായിൽ നിന്നും കേൾക്കുന്ന രേവതിക്ക് തൻ്റെ വിഷമവും കരച്ചിലും ഒന്നും പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഒരു കുഞ്ഞുണ്ടാവാത്തത് എൻ്റെ പ്രശ്നമാണോ? അത് ദൈവം ഒരുപാട് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടും ദൈവം ഞങ്ങൾക്ക് തരാത്തതല്ലേ? അതുമാത്രമല്ല, വർഷയുടെ കുഞ്ഞ് ഞങ്ങളുടെയും കുഞ്ഞല്ലേ. ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഞാൻ ശ്രമിക്കുമോ? കയ്യിലുണ്ടായിരുന്ന ആ ചായ ഗ്ലാസ്
രവിയുടെ കയ്യിൽ ഏൽപ്പിച്ച് ഒന്നും മിണ്ടാതെ രേവതി അടുക്കളയിലേക്ക് പോകുന്നു. അടുക്കളയിലിരുന്ന് പൊട്ടിക്കരയുന്ന രേവതിയുടെ അടുത്തേക്കായിരുന്നു പെട്ടെന്ന് സച്ചിയുടെ വരവ്. രേവതി കരയുന്നത് കാണുമ്പോൾ എന്താണെന്നറിയാതെ സച്ചി പേടിക്കുന്നുണ്ട്. രേവതി, നിനക്ക് എന്തു പറ്റി? നീ എന്താ കരയുന്നത്? പെട്ടെന്ന് സച്ചിയുടെ സൗണ്ട് കേൾക്കുന്ന രേവതി തൻ്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് അടുക്കളയിൽ ഇരുന്നിരുന്ന പച്ചക്കറികൾ എടുത്ത് അരിയുന്നുണ്ട്. ഇല്ല സച്ചിയേട്ടാ, ഞാൻ കരയുന്നൊന്നുമില്ല. അത് ഉള്ളി അരിഞ്ഞപ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വന്നതാ. നീ എന്തിനാ രേവതി നുണ പറയുന്നത്? നീ കരഞ്ഞു നിൽക്കുന്നത് ഞാൻ കണ്ടതല്ലേ. എന്നെ കണ്ടപ്പോഴല്ലേ നീ വേഗം അവിടെ ഇരുന്നിരുന്ന പച്ചക്കറികൾ അരിയാൻ തുടങ്ങിയത്. നിന്നെ അമ്മ എന്തെങ്കിലും വഴക്ക് പറഞ്ഞോ? അതാണോ നീ കരയുന്നത്? ഇല്ല സച്ചിയേട്ടാ, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സച്ചിയേട്ടൻ എന്താ ഇപ്പോൾ വന്നത്? ചായ കുടിക്കാനാണോ? ചായയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിച്ചതിനുള്ള മറുപടി എനിക്ക് താ രേവതി. എന്നെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കല്ലേ നീ. കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറ. സച്ചിയുടെ മുന്നിൽ അധികം നേരം രേവതിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഉള്ളിലെ വിഷമം ആഞ്ഞടിച്ച് എല്ലാം തന്നെ സച്ചിയോട് തുറന്നു പറയുകയായിരുന്നു രേവതി. സച്ചിയേട്ടാ, നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടും ദൈവം നമുക്കൊരു കുഞ്ഞിനെ തന്നിട്ടില്ല. അത് നമ്മൾക്ക് ഇനി തരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളിപ്പോഴും ജീവിക്കുന്നത്. പക്ഷേ വർഷയുടെ കുഞ്ഞെന്ന് പറയുമ്പോൾ നമ്മളുടെയും മക്കളല്ലേ അത്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള മനസ്സൊക്കെ എനിക്കുണ്ടോ? ആ കുഞ്ഞിനെയൊക്കെ ഇല്ലാതാക്കാൻ എൻ്റെ മനസ്സനുവദിക്കുമെന്ന് സച്ചിയേട്ടന് തോന്നുന്നുണ്ടോ? ആ കുഞ്ഞിനെ നമ്മളാരും കണ്ടിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ തന്നെ ഞാൻ ആ കുഞ്ഞിനെ സ്നേഹിച്ചു തുടങ്ങിയതാ സച്ചിയേട്ടാ. പിന്നെ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വല്ലാതെ വിഷമം തോന്നുകയാണ്. നിന്നെ ആരാ ഇതൊക്കെ പറഞ്ഞ് വേദനിപ്പിച്ചത്? അമ്മ തന്നെയാണല്ലേ. അമ്മ എന്നോടൊന്നും പറഞ്ഞില്ല സച്ചിയേട്ടാ. പക്ഷേ അച്ഛനോട് അമ്മ പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ കേട്ടിട്ടും ഞാൻ പക്ഷേ ഒന്നും മിണ്ടാൻ പോയില്ല. വർഷയെ ഞാൻ പൊന്നുപോലെ നോക്കി നടക്കുന്നതൊക്കെ അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അമ്മ പറയുന്നത് അവൾക്ക് എന്തെങ്കിലും പൊടി കലക്കി കൊടുത്ത് ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്നാ. നമ്മൾക്കൊരു കുഞ്ഞില്ലാത്തതിൻ്റെ വിഷമം വർഷയുടെ കുഞ്ഞിനോട് തീർക്കുമെന്നാ അമ്മ പറയുന്നത്. അതിനു വേണ്ടിയാണത്ര ഞാൻ വർഷയെ ഇങ്ങനെ കെയർ ചെയ്ത് നടക്കുന്നത്. വർഷയെ പിന്നെ ആരാണ് സച്ചിയേട്ട ഇവിടെ ഇനി കെയർ ചെയ്ത് നടക്കുക? വേറെ ആരെങ്കിലും ഉണ്ടോ? അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളും ഇടയ്ക്കിടയ്ക്ക് ജ്യൂസുകളും എല്ലാ കാര്യങ്ങളും ഞാൻ അവൾക്ക് ചെയ്തു കൊടുക്കുന്നത് അവളോടുള്ള സ്നേഹം കൊണ്ടാണ്, അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ടാണ്. അല്ലാതെ മറ്റൊന്നും ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടില്ല. രേവതി, അത് നിന്നേക്കാൾ കൂടുതൽ എനിക്കറിയാലോ. നീ പിന്നെ അമ്മയുടെ വർത്തമാനമൊന്നും കേൾക്കാൻ പോകണ്ട. അമ്മയുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ. നീ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും നിന്നെ കുറ്റപ്പെടുത്താൻ മാത്രമേ അമ്മയ്ക്കറിയുള്ളൂ. അതിവിടെ എനിക്കും അച്ഛനും വർഷയ്ക്കും ശ്രീകാന്തിനും എല്ലാം അറിയാം. അതുകൊണ്ട് അമ്മ പറയുന്നതൊന്നും നീ മനസ്സിൽ വെക്കണ്ട. നിന്നെ ഇനി ലോകത്ത് ആരൊക്കെ കുറ്റം പറഞ്ഞാലും നിനക്കെപ്പോഴും ഞാനുണ്ടാവില്ലേ രേവതി? അതുപോലെ നിനക്ക്. നിന്നെ ഈ ലോകത്ത് ആരൊക്കെ മനസ്സിലാക്കിയില്ലെങ്കിൽ പോലും എല്ലാതും എനിക്ക് മനസ്സിലാകും. നിന്നെ മുഴുവനായും എനിക്ക് മാത്രമേ അല്ലേ അറിയുള്ളൂ. നീ അത്രയ്ക്കും നല്ലവളാണ് രേവതി. നിന്നെപ്പോലെ ആർക്കും ആവാൻ കഴിയില്ല. രേവതിയുടെ കൈകൾ പിടിച്ച് മാറോട് ചേർത്ത് പിടിച്ച് സച്ചി രേവതിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നമുക്കൊരു കുഞ്ഞിനെ ദൈവം തരും. നീ അപ്പോൾ നിൻ്റെ ഈ വിഷമങ്ങളൊക്കെ മാറും. അന്ന് ഈ കുറ്റം പറയുന്നവരുടെ വായൊക്കെ അടയും. നീ ഇനി അമ്മ പറയുന്നതൊന്നും കേട്ട് വർഷയുടെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കേണ്ട. അവളുടെ കാര്യങ്ങളെല്ലാം നീ ഇനിയും നോക്കണം. കാരണം സ്വന്തം വീട്ടിൽ പോലും പോവാതെ അവൾ ഇവിടെ നിൽക്കുന്നത് നമ്മളോടൊക്കെ ഉള്ള സ്നേഹം കൊണ്ടാണ്. പ്രത്യേകിച്ച് നിന്നോട്. നീ അവളെ പൊന്നുപോലെ നോക്കുമെന്നുള്ള ഉറപ്പ് അവൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവൾ ഇവിടെ തന്നെ നിൽക്കുന്നത്. അത് നീ ഇനി കളയണ്ട. നീ ഇനിയും വർഷയെ നന്നായി തന്നെ നോക്കണം. ആര് പറയുന്നതും ചെവി കൊള്ളാൻ നിൽക്കണ്ട. കരഞ്ഞു നിന്നിരുന്ന രേവതിയെ സമാധാനിപ്പിച്ച്
സച്ചിയുടെ ജോലിക്ക് പോകുന്നുണ്ട്. സച്ചിയുടെയും രേവതിയുടെയും ആ വലിയ ആഗ്രഹം പോലെ തന്നെ അവർക്കൊരു കുഞ്ഞിനെ ദൈവം കൊടുക്കുമോ എന്നൊക്കെ നമുക്ക് വഴിയേ അറിയാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.